ധാരാളം ചർച്ചകൾ നടക്കുന്ന സങ്കീർണമായ ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ സംവിധാനം. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ബ്ലോക്ക് ചെയിൻ ചർച്ചാ വിഷയമായത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയെക്കുറിച്ചും അത് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഭൂരിഭാഗം പേർക്കും കൃത്യമായി ധാരണയില്ല എന്നതാണ് സത്യം. ബ്ലോക്ക് ചെയിൻ സംവിധാനം എന്താണെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു വീട്ടിൽ 5 പേർ താമസിക്കുന്നുണ്ടെന്ന് കരുതുക. ഒരു മാസം ആ വീട്ടിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവ് തുല്യമായി വീതിക്കണം എങ്കിൽ ഓരോരുത്തർക്കും വരുന്ന പൊതു ചെലവുകൾ എഴുതി വെച്ച് മാസാവസാനം ടോട്ടൽ കണ്ടുപിടിച്ച് അതിനെ വീതിക്കണം. പക്ഷെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇല്ലാത്ത കണക്ക് എഴുതിയോ അല്ലെങ്കിൽ ചെലവാകുന്ന രൂപ കൂട്ടി എഴുതിയോ ഒരാൾക്ക് മറ്റു 4 പേരെയും പറ്റിക്കാനുള്ള ചാൻസ് കൂടിയുണ്ട്. ചതിക്കപ്പെടാനുള്ള ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനായി ചെയ്യാൻ പറ്റുന്നത് 5 പേരും സ്വന്തമായി ഓരോ ബുക്ക് സൂക്ഷിക്കുകയും പൊതുചെലവുകളുടെ രസീതും മറ്റും കൂട്ടി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഓരോരുത്തരും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ഈ രീതിയിൽ റെക്കോർഡ് ചെയ്ത് 5 ബുക്കിലും ഒരേ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ മാത്രം തുക വീതിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ എല്ലാ പൊതു ചെലവുകളെ കുറിച്ചും ഈ 5 പേർക്കും കൃത്യമായ ധാരണ ഉള്ളതിനാൽ ആർക്കും ആരെയും പറ്റിക്കാൻ സാധിക്കില്ല. ഈ ഒരു സെയിം പ്രോസസ്സാണ് ബ്ലോക്ക് ചെയിനിലും സംഭവിക്കുന്നത്. മുൻപ് പറഞ്ഞ ഉദാഹരണത്തിലെ 5 പേരുടെയും 5 ബുക്കുകൾ 5 ബ്ലോക്കുകളായി സങ്കല്പിക്കുക. അതിലെ റിസൾട്ട് ഒരേപോലെ കിട്ടണമെങ്കിൽ റെക്കോർഡിങ്സ് ഒരുപോലെ ആയിരിക്കണം. കുറച്ചുകൂടി സാങ്കേതികമായി പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന് കീഴിലുള്ള ഓരോ സിസ്റ്റത്തെയും ഓരോ ബ്ലോക്കുകളായി പരിഗണിക്കുന്നു. അതിനാൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ മാത്രം വരുത്തുന്ന മാറ്റത്തെ കണക്കിലെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം ഉൾക്കൊള്ളിച്ച പുതിയൊരു ബ്ലോക്ക് നിർമ്മിക്കണം. ശേഷം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന് കീഴിലുള്ള പകുതിയിലധികം ബ്ലോക്കുകളിലും പുതിയ ബ്ലോക്ക് നിർമ്മിച്ച് ഈ ഒരേ മാറ്റം വരുത്തണം. ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഇത്രയും പ്രയാസമായതിനാൽ ഹാക്കിങ്ങും അത്ര എളുപ്പമല്ല. കാരണം 100 ബ്ലോക്കുകൾ ഉള്ള ഒരു നെറ്റ്വർക്കിൽ 51 ബ്ലോക്കുകളും ഹാക്ക് ചെയ്യേണ്ടി വരും. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം. റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റുവാനോ തിരുത്തുവാനോ ഹാക്ക് ചെയ്യുവാനോ വളരെ പ്രയാസമേറിയതും അല്ലെങ്കിൽ മാറ്റുവാൻ തന്നെ സാധിക്കാനാവാത്ത ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് മനസ്സിലായല്ലോ. പബ്ലിക് ബ്ലോക്ക് ചെയിനുകളിൽ ആർക്കും വിവരങ്ങൾ ചേർക്കാൻ സാധിക്കും. എന്നാൽ ആർക്കും അത് മാറ്റാനാവില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. സാധാരണ നെറ്റ്വർക്കുകളിലേതുപോലെ ഒരു വ്യക്തിയോ സ്ഥാപനമോ ആയിരിക്കില്ല ഇത് നിയന്ത്രിക്കുന്നത്. പകരം ഈ നെറ്റ്വർക്കിന്റെ നിയന്ത്രണത്തിനുള്ള ഉത്തരവാദിത്തം നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കുമുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത്. ചങ്ങലയിൽ പുതിയ ബ്ലോക്കുകൾ ചേർക്കുവാൻ മാത്രമേ സാധിക്കൂ. ഓരോ ബ്ലോക്കും മറ്റൊന്നിനെ കണക്ട് ചെയ്ത് ചെയിൻ പോലെ നിൽക്കുന്നതിനാൽ നിലവിലുള്ള ഒരു ബ്ലോക്കിനെ നീക്കം ചെയ്യുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ സംവിധാനം വളരെ സങ്കീർണമാണെന്ന് പറയാൻ കാരണം. ഇന്ന് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ ഏറെ അറിയപ്പെടുന്ന ഒരു ഉപയോഗം ക്രിപ്റ്റോ കറൻസികളാണ്. ബിറ്റ്കോയിൻ, എതീരിയം, ഡോഗ്കോയിൻ തുടങ്ങി ക്രിപ്റ്റോ കറൻസികൾ നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ക്രിപ്റ്റോ കറൻസികളെ സംബന്ധിച്ച് നെറ്റ്വർക്കിൽ നടക്കുന്ന സാധുവായ ഇടപാടുകളുടെ രേഖകളാണ് ബ്ലോക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസികൾക്കായി ബ്ലോക്കുകൾ രസീതുകളായി കണക്കാക്കാം. എന്നാൽ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല ഈ വിദ്യ. അതായത് സാങ്കേതികമായി ആർക്കും എന്തും ട്രാക്ക് ചെയ്യാൻ ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കാൻ കഴിയും. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിന്റെ ഉപയോഗം സാമ്പത്തിക ഇടപാടുകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഗവൺമെന്റ്, മെഡിക്കൽ, സാധാരണ ബിസിനസ് അങ്ങനെ ഏതൊരു മേഖലയിലും ബ്ലോക്ക് ചെയിൻ സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആന്ധ്രാപ്രദേശിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആശ്രയിക്കുന്നത് ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ്. അതിനാൽ ഭൂമി സംബന്ധമായ തർക്കങ്ങളും തിരിമറികളും ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് സുരക്ഷിതത്വം കൂടുതൽ വേണ്ട ഏതൊരു മേഖലയിലും ഈ സംവിധാനം ഏർപ്പെടുത്താവുന്നതാണ്. എല്ലാ ഇടപാടുകാർക്കും സുതാര്യമായി ഏർപ്പെടാവുന്ന ഈ സിസ്റ്റം ഭാവിയിൽ കൂടുതൽ പ്രചാരത്തിലാകും എന്ന് നമുക്ക് കരുതാം.